അസ്സലാമലൈക്കും. ഹലോ, വലൈക്കും അസ്സലാം. എന്തല്ലോ ഉസ്താ വിശേഷം? ഹലോ ഹലോ, ആരാണ്? ആരെ? ആരാണ് ചോദിക്കാം? ഞാനാണ്, മുഹമ്മദ് ജിഷാനാണ്. സോറി, നിങ്ങളോട് സംസാരിക്കാനില്ല. അല്ല, സംസാരിക്കണമെന്നില്ല. നിങ്ങൾ 3 ദിവസം കൊണ്ട് ഒരു കാര്യം വിടും പറഞ്ഞിട്ട് ഇതുവരെ അതും പറ്റിച്ചില്ല എന്നാ. നിങ്ങൾ എനിക്ക് നേരിട്ട് ഒന്നും സംസാരിക്കാൻ അല്ല ഇമെയിൽ അയച്ചിരുന്നു പറഞ്ഞ് പറ്റിച്ച്. നിങ്ങളോട് ഒന്നും സംസാരിക്കാനില്ല. ഇന്ത്യയിലേക്ക് വരുന്നൊരു ദിവസം ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നു. ഏത്? കാണാം. ഇന്ത്യയിലേക്ക് വരുന്നൊരു ദിവസങ്ങളെ ഞാൻ കാത്തിരിക്കുന്നുണ്ട്. നീ എവിടെയാണ്? എന്തേ? വീട് എവിടെയാണ്? സ്ഥലം എന്താണ്? അഡ്രസ് ഏതാണെന്നൊക്കെ എനിക്കറിയാം. അല്ല, നിങ്ങൾ അഡ്രസ് കണ്ടുപിടിച്ച ആരിഫ് ബർക്കാത്തിനെ പറ്റി ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ കാര്യം എന്തായി? അതാദ്യം പറ. നിങ്ങള് നീ നാട്ടിൽ കാല് കുത്തുന്ന ദിവസം നിന്റെ തൊള്ളിലെ പല്ലടിച്ച് ഞാൻ പൊട്ടിക്കും. ആര്? അത് ഇസ്മായിലാ പറയണേ. ആര്? ഇജാതി സ്വകാര്യമായ ടെലിഫോണിൽ സംസാരിക്കുക, എന്നിട്ടത് ചെയ്യാ, എന്നിട്ട് ഇമെയിലിൽ വിടുക. എന്ത് സംസ്കാരമാണ് നിനക്കൊക്കെ ഉള്ളത്? അല്ല, നിങ്ങളപ്പോ എന്റെ ബാപ്പാക്ക് വിളിച്ചെങ്കിൽ കുഴപ്പമില്ല, അതിന് പ്രശ്നമില്ല. എന്ത് സംസ്കാരമാണ്? എന്തിനിങ്ങനെ ചൂടാണ് മൗലവി? മരിച്ചു പോകണമെന്നൊരു ചിന്തയോ അള്ളാഹുവിനെ കുറിച്ചൊരു ബോധമോ എന്തെങ്കിലും എന്റെ മനസ്സിലുണ്ടോ? ആ ബോധങ്ങളുണ്ടെങ്കിൽ പോയിട്ട് മുസ്ലിം എന്ന് പറയാനുള്ള യോഗ്യത നിനക്ക് ആ ബോധങ്ങൾക്ക് ഉണ്ടാവും മൗലവി. നീ ഇന്ത്യയിൽ കാല് കുത്തുന്ന ദിവസം ഇസ്രായേൽ എന്നെ കറിയും നല്ല ഭീഷണി. എന്റെ മൗലവി, ഇത് ഇന്ത്യ എന്ന് പറഞ്ഞ താലിബാൻ എന്താ പഠിച്ചാൽ ഇങ്ങനെ നിന്നോട് എന്റെ ഫോണിക്ക് വിളിക്കരുത് അറിയില്ലേ? അല്ല, നിങ്ങൾ എന്തോ എന്റെ പല്ലടിച്ച് ചോദിക്കുന്നു പറഞ്ഞേ. അതാദ്യം പറയുന്നത് ഇതെന്താ? സ്വകാര്യമായ നടത്തുക, താലിബാൻ. പിന്നെ ഇമെയിൽ വഴി നീ പുറത്തു വിടുക. നിങ്ങളെ കുടുംബകാര്യം ചോദിച്ചേ? ആരുടെ നീ പഠിപ്പിക്കുന്നത്? കുടുംബകാര്യല്ലോ മൗലവി. എന്റെ ടെലിഫോണിൽ ഞാൻ പൂർണ്ണമായിട്ടും DGPന്റെ അടുത്തുകൊണ്ട് ചാർജ് ചെയ്താണ്. എന്റെ സ്വകാര്യ സംഭാഷണം വിട്ട വകയിൽ എനിക്കൊരു കേസുണ്ട്. രണ്ടാമത്തെ ആൺകുട്ടികളുടെ കളിച്ച് എങ്ങനെ ഉണ്ടാവും എനിക്ക് ഞാൻ കാട്ടിത്തരാം കേട്ടോ. എന്റെ എത്ര സ്വഭാവം ഞാൻ കാട്ടിത്തരാം. എന്താ പേഴ്സണലായ കാര്യം മൗലവി? കുടുംബകാര്യല്ലോ, ദീനിന്റെ കാര്യല്ലേ? എന്താ പേടി? സ്വകാര്യ സംഭാഷണം ടെലിഫോൺ പിന്നെ പിടിക്കുക, എന്നിട്ട് നീ ആവശ്യമുള്ളത് കട്ട് ചെയ്തിട്ട് ബാക്കി ആരും ചോദ്യം ചെയ്യുന്നത് ഈ രാജ്യത്തിന് നിയമമില്ലാന്ന്. നിങ്ങളെ കൂടുതൽ അമ്പലക്കടവും ടീമും പ്ലേ ചെയ്യിപ്പിക്കുന്ന ക്ലിപ്പ് ഏതാ? സ്വകാര്യല്ലേ? കടവാണോ വേറെ ഏതാണോ ഓരോ കേസ് കൊടുത്തോ? ഞാൻ അങ്ങനത്തെ തന്തക്ക് ഉറക്കെടുത്ത പണി ചെയ്യാറില്ല. അല്ല, നിങ്ങൾ ഈ തന്തക്ക് പറയാത്ത നിങ്ങൾ കൂടുന്നുണ്ടല്ലോ. അതേ നീ മാത്രമേ ഖത്തറിലുള്ളൂ, എന്റെ ബാക്കിയുള്ള ഇവിടെ ഉണ്ട്. എന്താ കാട്ടേണ്ടി എനിക്കറിയാം, ഞാൻ കാണിച്ചുതരാം. എന്താ നിങ്ങൾ കാണിക്കേ? എന്താ കാണിക്കാം മൗലവി? കണ്ടോ? യൂണിവേഴ്സിറ്റിയാണ്. നിങ്ങളിപ്പോ ഭീഷണിപ്പെടുത്തിയത് ഞാനും കംപ്ലൈന്റ് കൊടുക്കാൻ പോവാണ്. നിങ്ങൾ എന്റെ പല്ലടിച്ച് കഴിക്കുന്ന ഞാനും കൊടുക്കാൻ പോവാണ്. എന്റെ പല്ല് മുട്ടും കാലും ചവിട്ടി പൊട്ടിക്കൂടാ ഞാൻ. അത് ശരി. കണ്ടിട്ടില്ല. ഇന്ത്യ രാജ്യമല്ല മൗലവി, ഒരു തറവാട്ടിൽ പറഞ്ഞാ. ഇന്ത്യ രാജ്യം തറവാട്ടിൽ പറഞ്ഞ സംസാരങ്ങൾ ഇപ്പം പറഞ്ഞ മൗലവി. നിങ്ങളിപ്പോ തറവാട്ടിൽ പറഞ്ഞ സംസാരം ആശയം കൊണ്ട് നേരിടലൊക്കെ പിന്നെ ഇത് ഇത്ര പേടി ഇതെന്താ? താലിബാൻ ഇന്ത്യ രാജ്യത്ത് ഭരണഘടനയുള്ള രാജ്യത്ത് ഇന്ന് ഞാൻ എന്റെ സ്പോൺസറെ പോലും കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് പണി. എന്നെപ്പോലത്തെ തോന്നിയാസകളെ കൈകാര്യം ചെയ്യുന്ന എന്റെ പണി ഞാൻ കാണിച്ചു തരാം. അള്ളാന്റെ തോന്നിയിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ പഠിക്കും. അല്ല, നിങ്ങൾ അള്ളാന്റെ പേര് പറയുന്നത്, നിങ്ങൾ ഇബിലീസിന്റെ പേര് പറയും. നിങ്ങൾ ഇബിലീസിന്റെ ടീമാണ്. നിങ്ങൾ അള്ളാന്റെ പേര് പറയാൻ ഞാൻ ആരെ പേര് പറഞ്ഞാലും 24 അവർ നിങ്ങൾ മാന്യനാണെന്ന് തെറ്റിദ്ധരിച്ചതാണ് എനിക്ക് പറ്റിയ തെറ്റ്. നിങ്ങൾ മാന്യനാണെന്ന് തെറ്റിദ്ധരിച്ചതാണ് എനിക്ക് പറ്റിയ തെറ്റ്. അവർ സ്വകാര്യമായിട്ട് ഫോൺ ചെയ്യാം, എന്നിട്ട് അത് ഇമെയിൽ ഇടുക, ആവശ്യമില്ല കട്ട് ചെയ്യാം. ഇതൊക്കെ എന്ത് സ്വഭാവമാണ്? എന്താ മൗലവി നിങ്ങൾ നിങ്ങൾ സ്വകാര്യ സംഭാഷണം ഞാൻ പുറത്താക്കിയേ? എന്താ നിങ്ങളെ കുടുംബകാര്യം ഞാൻ പറയാം. നിങ്ങൾ എന്റെ കുടുംബകാരൻ നിങ്ങൾ അള്ളാന്റെ റസൂലിന്റെ പേരിൽ എന്റെ ഫോണിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ സ്വഭാവം മാറും. എന്തിനിങ്ങനെ ചൂടാണ് മൗലവി? ഈ വിളിക്കണ്ട. എന്നെ പോലെ ഏരപ്പന്മാരോട് സംസാരിക്കാൻ എനിക്ക് സമയമില്ല. ഏതായാലും നല്ല സംസ്കാരം ഉണ്ട് കേട്ടാ. ഏതായാലും ചൂടുള്ള കൈയും അതൊക്കെ മനസ്സിലാക്കി. നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തിയതിന് DIGക്ക് ഞാൻ കംപ്ലൈന്റ് കൊടുക്കുകയാണ്. നമുക്ക് കാണാലോ. ഈയിടെ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങി കൂടിയിലെത്തുന്നതിനും പനിയാതല്ലോ. സംശയമില്ല. ഉറപ്പാ. അങ്ങനെ ഉളുപ്പുണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞിട്ട് വാ കേട്ടോ. നിങ്ങൾക്ക് മാത്രമാണ് ഈ നിയമകാര്യം നമുക്ക് നോക്കാലോ. അത് എന്നെ തെറ്റിട്ട് ജയിലിൽ പോകണ്ടെന്നാ പോകും. ആരെ? അത് ആൺകുട്ടിക്ക് പറഞ്ഞ എന്നെ തച്ചാണ് കൊന്നിട്ട് മുത്തങ്ങാൻ അടിച്ചാണ് പൊട്ടിച്ചിട്ട് ജയിലിൽ പോകണ്ടെന്ന് എനിക്കൊരു പേടിയില്ല. നിങ്ങൾക്ക് ആശയം കൊണ്ട് നേരിടാൻ പറ്റില്ല. ഞാൻ കുറെ ഭീകരതയുണ്ട് ആവശ്യത്തിന് ശേഷം.
ഏതായാലും ഇതിന് ഈ സംഭവത്തിന് ഞാൻ വേറെ രീതിയിൽ മൗലവി ഖുർആനും ഹദീസും വെച്ച് സംസാരിക്കുന്നത് നിങ്ങൾ ഇതിനെ ഭീകരനാന്ന്. നീ ഖുർആനും ഹദീസും വെച്ച് സംസാരിക്കേണ്ട പണ്ഡിതന്മാരോടാണ്. മനുഷ്യനോട് സംസാരിക്കുമ്പോൾ ഞാൻ പണ്ഡിതനാണെന്ന് തെറ്റിദ്ധരിച്ചു. അല്ല നിങ്ങൾ പണ്ഡിതനല്ലേ എന്തായാലും നീ ആ ചെയ്തതിന് ഇമെയിൽ പിന്നെ ഇന്റർനെറ്റ് വഴി എന്റെ സംഭാഷണം പുറത്തുവിട്ടതിന് അത് ഇത് പുറത്തുവിട്ടാലും ശരി, ലോകം മുഴുവൻ അറിഞ്ഞാലും ശരി, ആൺകുട്ടികളോട് കളിച്ചിട്ടുണ്ടെങ്കിൽ എന്താവും എന്നുള്ളത് ഞാൻ എന്നെ കാണിച്ചു തരാം. ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ത്യൻ ടാപ്പ് ചെയ്ത് വിട്ടോ, അത്ര ഉളുപ്പുണ്ടെങ്കിൽ വിടണം, ഞാൻ കാണിച്ചു തരാം. എന്റെ വീടും കൂട്ടി കുടുംബം ഒക്കെ എനിക്കറിയാം ഫുള്ളായിട്ട് ഞാൻ പഠിച്ചു. നിങ്ങൾ ഏറി വന്നതിനെ കൊല്ലു അല്ലെ? അതിൽ കൂടുതലും ചെയ്യില്ലല്ലോ. ഏറി വന്ന കൊല്ലില്ലേ? അങ്ങനെ പെട്ടെന്ന് കൊല്ലൂല. ഈ പരിപാടിക്കുള്ള പണി ഞാൻ കണ്ടിട്ടാ. അപ്പൊ പിന്നെ ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് നിങ്ങൾ കൊല്ലുക പിന്നെ മൗലവി? എന്റെ മാതിരി ചെയ്യാനുള്ളത് വിളിച്ചു പറയില്ല, കാട്ടലാണ്. അത് ശരി. അപ്പൊ ഇത്രയും തീവ്രമായൊരു ഭീകരനാണ് നിങ്ങൾ ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇത് വിശ്വസിക്കുന്നവനാ ഞാൻ. അവിടെ ഇസ്മായിലിന്റെ ഈ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കലുണ്ടല്ലോ, അതൊന്നും ചെലവാലും മരിക്കാൻ അന്തസ് ആൺകുട്ടിയോട് മരിക്കുമോ? സുന്നത്തെ മാറ്റിന് ആൺകുട്ടിയോട് മരിക്കും. നിങ്ങളെ കൊല്ലെന്ന് വെട്ടിക്കോ, കയ്യാല് വെട്ടിക്കോ. ഇതാര് പേടിപ്പിക്കുന്ന മൗലവി? നിങ്ങളെ സ്വകാര്യമായത് കുടുംബകാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പിന്നെ ഫാമിലിയിലുള്ള വിഷയങ്ങളോ ഞങ്ങൾ ടെലിഫോൺ ചെയ്യുമ്പോൾ ഞാനത് ടാപ്പ് ചെയ്യുന്നു പുറത്തു വിടുന്നു പറഞ്ഞിട്ടുണ്ടോ? ആര്? ഞാൻ നിന്നോട് ഈ നമ്പറിലേ എനിക്ക് ഉമ്മറിന് ഈ നമ്പർ കൊടുത്തപ്പോ തന്നെ എനിക്കറിയാം ഉമ്മർ മറുപക്ഷത്താണെന്നും അത് എനിക്ക് വേറെ നമ്പറുണ്ട്, ഈ ടെലിഫോൺ നമ്പർ അല്ലാത്ത നമ്പറുണ്ട്. ഞാനിത് പിന്നെ രജിസ്റ്റർ ചെയ്ത് നമ്പർ തന്നെ കൊടുക്കാനുള്ള കാരണം തരും. അതിന് രഹസ്യം വേറെ ഉണ്ട്. ഈ നമ്പറിൽ വിളിച്ചാൽ തന്നെ എനിക്ക് വേണ്ട നമ്പറിൽ തന്നെ കിട്ടുള്ളൂ. വേറെ നമ്പറില്ലേ, വേറെ നമ്പറിലാണ് ഞാൻ ഉണ്ടാവാറ്. മനസ്സിലായില്ലേ? ഇത് ഞാൻ കാണിച്ചു. സംസ്കാരത്തിന് ശിക്ഷ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത്തരം സംസ്കാരത്തിന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അത് നിഘണ്ടു മാന്യതയുടെ ഭാഷ വിട്ടാൽ അതിന്റെ നിഘണ്ടു വേറെയാണ്. അത് കൈകാര്യം ചെയ്യാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞിട്ട് നോക്കാം. എന്നോട് പുറത്തു വിടേണ്ടാന്ന് അഡ്വൻസ് വരണല്ലോ അല്ലേ? അല്ലേ? നീ ഞാനും കൂടി അന്വേഷണത്തിൽ ഇറങ്ങിയിട്ട് ഇജാതി എരപ്പൻ പരിപാടി നീ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അതിന് ഈ ചതിക്ക് നൽകേണ്ട ശിക്ഷ എന്താണെന്ന്